നല്ലൊരു ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ സ്വാദിഷ്ടവുമായിരിക്കണം, ഒപ്പം ആരോഗ്യകരവുമായിരിക്കണം. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ എളുപ്പവും. അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കഴിച്ച് വയറ് കേടാക്കണ്ട. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ആസ്വദിച്ച് കഴിക്കാം. ഞാനിപ്പോൾ ഏതാണ്ട് 1 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലെ 4 കാല് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. 2 ചിക്കനിൽ നിന്നായിട്ടാണ് ഈ 4 കാല് എടുത്തിരിക്കുന്നത്. ചിക്കൻ കറി ഒരല്പം കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. ആവശ്യം പോലെ നമുക്ക് ബിരിയാണിയിലേക്ക് മിക്സ് ചെയ്താൽ മതി. ചിക്കനിലേക്ക് വേണ്ട ഒരു ബിരിയാണി മസാല റെഡിയാക്കാം. അതൊക്കെ ഫ്രഷായിട്ട് വറുത്ത് പൊടിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല. മസാലകളെല്ലാം ഇട്ട ശേഷം മാത്രം ഓൺ ചെയ്യാം. ഇതുപോലൊരു 3 കഷ്ണം പട്ട എടുക്കാം. പട്ട വാങ്ങുമ്പോൾ എപ്പോഴും ഇതുപോലെ പൊട്ടിച്ചാൽ പൊട്ടിപ്പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പട്ട തിരഞ്ഞെടുക്കുക. ഞാൻ 1 കഷ്ണം പട്ട കൂടി ചേർക്കുന്നുണ്ട്. ഇനിയൊരു 5 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഈ മസാലകളെല്ലാം ഞാൻ പറയുന്ന അതേ കണക്കിനൊന്ന് ഉപയോഗിച്ച് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നിങ്ങൾക്ക് കിട്ടും. ഒരു 4 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ജാതിപത്രി കൂടി ചേർക്കാം. ഇതൊന്നും ഓവറായിട്ട് ചേർക്കരുത്. മസാലയുടെ വല്ലാത്ത കുത്തു വരും. നമുക്ക് ആ ഒരു ചെറിയ ഫ്ലേവർ മാത്രമേ പാടുള്ളൂ. ഒരു സ്റ്റാർ അനീസ് അഥവാ തക്കോലം ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിക്ക. ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള കുരുമുളക്. ഇനി ഇത്രയുമെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പെരുംജീരകമൊക്കെ മൂത്ത് പൊട്ടി വരും. നല്ല സ്മെല്ലൊക്കെ വരുന്ന ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിടാം. പെരുംജീരകത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് മിക്സിയുടെ ബൗളിലേക്ക് മാറ്റാം. നല്ലപോലെ തണുത്ത ശേഷം വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ മാരിനേഷൻ ചെയ്യാം. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. 1 ടീസ്പൂൺ ചേർക്കാം. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക. വറുത്ത് പൊടിച്ച മസാല കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമാണ് ഈ മസാലയ്ക്ക്. ബിരിയാണിയുടെ ആ ഒരു സുഗന്ധം വന്നു തുടങ്ങി. ഇനി ഇതെല്ലാം ചേർത്ത് ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അരമുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്താൽ പെട്ടെന്ന് തന്നെ ചിക്കനിലേക്ക് ഇതെല്ലാം പിടിച്ച് കിട്ടും. കുരുപെടാതിരിക്കാൻ ഇതുപോലെ നിന്ന് അരിച്ചെടുക്കാം. ഇനി കൈകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ മസാലകളും എത്തട്ടെ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയിലൊക്കെ തുടങ്ങാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂണോളം ഓയിൽ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. നെയ്യ് ഞാൻ അധികം ഈ ബിരിയാണിയിൽ ഉപയോഗിക്കുന്നില്ല. ഇതിലേക്ക് 1 സവാള കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ബ്രൗൺ ആയിട്ട് വറുത്ത് കോരാനുള്ളതാണ്. എണ്ണ ചൂടാവുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മൂത്ത് വരട്ടെ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയവയൊക്കെ അരിഞ്ഞ് റെഡിയാക്കാവുന്നതാണ്. ഒന്ന് ടൈം മാനേജ് ചെയ്യാൻ പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഇതായിപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം ഇട്ടാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കോരി എടുത്തു കഴിഞ്ഞാലും ഒന്ന് ഇരുന്ന് മൂക്കും. അതുകൂടി കണക്കിലെടുത്ത് വേണം സവാള വറുത്ത് കോരാൻ. ഇനി ഈ ബാക്കി എണ്ണയിലേക്ക് ഞാൻ ബാക്കി സവാള കൂടി ചേർക്കുകയാണ്. ഇതൊരു 5 സവാളയുണ്ട്. നീളത്തിൽ തന്നെ കട്ട് ചെയ്തതാണ്. കട്ടിങ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാറ്റം വരുത്താം. ചെറുതായി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതും നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സവാളയൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കൊരു 4-5 പച്ചമുളക് കൂടി ചേർക്കാം. ഇതല്പം എരിവുള്ള ഉണ്ട മുളകാണ്. ഞാനിതൊരു 5 മുളക് 2ആയിട്ട് കീറി ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടി ഈ സവാളയുടെ കൂടെ വഴണ്ട് വരട്ടെ. ഇനി ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്.
ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 1.5 ടേബിൾ സ്പൂൺ കാണും. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ അരയണമെന്നില്ല, ഒന്ന് ചതച്ച് ചേർത്താലും മതി. ഇനി നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഏതാണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി കൂടി വെന്ത് ഇതിൻ്റെ കൂടെ ഒന്ന് പാകമായി വരട്ടെ. തക്കാളി വെന്ത് കഴിയുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇപ്പോൾ ഏതാണ്ട് ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. കണ്ടോ, എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒരല്പം മല്ലിയില കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ പുതിനയില ഇതിലേക്ക് ചേർക്കുന്നില്ല. മല്ലിയില കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുന്നുണ്ട്. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അതൊരു കളറിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. എരിവിന് ആവശ്യമായ മുളക് പൊടിയും കുരുമുളകും എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ വെള്ളം ഒഴിച്ച് വേവിക്കരുത്. ഇതൊരു 3-4 മിനിറ്റ് ഈ മസാലയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പുറമേ നല്ലൊരു ക്രിസ്പി ടെക്സ്ചർ കിട്ടുകയും ചെയ്യും, ഉള്ളിൽ നല്ലപോലെ വേവുകയും ചെയ്യും. നമ്മുടെ ബിരിയാണിയിൽ ചേർത്ത് കഴിയുമ്പോൾ ചിക്കൻ പൊടിഞ്ഞൊന്നും പോവുകയില്ല. ഒരു 4 മിനിറ്റ് തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ലപോലെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാം. ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച അതേ ബൗളിലേക്കാണ് വെള്ളം എടുത്തത്. അപ്പോൾ ഒട്ടും മസാല വേസ്റ്റ് ആവുകയുമില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 20 മിനിറ്റോളം സമയമെടുക്കും കുക്കായി കിട്ടാൻ. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഈ ചിക്കൻ വേവുന്ന ആ സമയം കൊണ്ട് റൈസിൻ്റെ പരിപാടി ചെയ്യാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ വറുത്തെടുക്കാം. കാഷ്യൂനട്ട് എൻ്റെ കയ്യിൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളത് ചേർത്ത് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ കോരിയെടുക്കാം. അതിനുശേഷം കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസ് ഏതാണ്ട് 50 ഗ്രാം ഉണ്ട്. ഇത് നല്ലപോലെ മൂത്ത് വീർത്ത് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയല്ല, നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആകെ ഈ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ഈ മസാലയിൽ ഉപയോഗിക്കുന്നുള്ളൂ. നെയ്യ് ഒരുപാട് കൂടിയാൽ ബിരിയാണി കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഹെവി ഫീലിംഗ് ഉണ്ടാവും. മനസ്സിനും വയറിനും സുഖകരമായ ഒരു ബിരിയാണിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് റൈസ് വേവിക്കാൻ ആവശ്യമായ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ റെഡിയാക്കാം. ഒരു 3 കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 4 ഏലക്ക ഇത്ര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ. ഏലക്ക എണ്ണയിലിട്ട് കഴിഞ്ഞാൽ മാറി നിൽക്കണം. പൊട്ടിത്തെറിച്ച് മുഖത്തൊക്കെ വീഴാതെ ശ്രദ്ധിക്കുക. ഞാൻ 2 ഗ്ലാസ് അരി, ഇത് കൈമ അരിയാണ്, നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല ക്ലിയർ ആവുന്നത് വരെ അരി കഴുകണം. ഒരുപാട് വില കൂടിയ ബസ്മതി റൈസ് ഒന്നും ആവശ്യമില്ല. ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ്സിൽ മെഷർ ചെയ്താണ് എടുത്തിരിക്കുന്നത്. കൈമ അരി അല്ലെങ്കിൽ ജീരകശാല അരി ഇതൊക്കെയാണ് ബിരിയാണിക്ക് നല്ലത്. വെള്ളം നല്ലപോലെ കളഞ്ഞ ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു 2 മിനിറ്റ് നല്ലപോലെ ഈ നെയ്യിൽ കിടന്നൊന്ന് മൂക്കട്ടെ. എക്സ്ട്രാ നെയ്യൊന്നും ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. അരി നല്ലപോലെ ഒന്ന് ഈ നെയ്യുമായി മിക്സ് ചെയ്ത് നല്ലൊരു ഗ്ലാസ് ഫിനിഷ് വരും.
ആ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ വെള്ളമല്ല ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്, തേങ്ങാപ്പാലാണ്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ എടുക്കണമല്ലോ എന്ന് വിഷമിക്കേണ്ട, ഇത് റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ തന്നെയാണ്. 4.25 ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽപ്പൊടി മിക്സ് ചെയ്ത് എടുത്ത വെള്ളമാണിത്. ചെറു ചൂടുവെള്ളം. ഈ തേങ്ങാപ്പാലിൽ വേവിക്കുന്നത് അരി നല്ല സോഫ്റ്റ് ആവാനും ഒരു പ്രത്യേക ടെക്സ്ചർ ആയിരിക്കും നമ്മുടെ ബിരിയാണിക്കപ്പോൾ കിട്ടുന്നത്. കഴിക്കാൻ നല്ല സുഖമായിരിക്കും. ചോറിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 7 മിനിറ്റ്, അതാണ് എൻ്റെ കണക്ക്. ഒരു മീഡിയം ഫ്ലെയിമിൽ 7 മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളം ഏതാണ്ട് വറ്റി തുടങ്ങും. ആ സമയത്ത് തീ ഓഫ് ചെയ്തിട്ടാൽ മതി. തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പച്ചവെള്ളമാണെങ്കിൽ നമ്മൾ ഒട്ടും ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഓഫ് ചെയ്തിട്ടാൽ മാത്രം മതി. അതാ ചിക്കനും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ കുക്കായിട്ടുണ്ട്. ചിക്കൻ്റെ കാല് കണ്ടാൽ അറിയാലോ, വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരല്പം വെള്ളം കൂടുതലുണ്ട്. ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നല്ല കുഴഞ്ഞിരിക്കുന്ന ഒരു ഗ്രേവിയാണ് നമുക്ക് ആവശ്യം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ ബിരിയാണി മസാലകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ബിരിയാണിയുടെ ഫ്ലേവർ തന്നെയാണ് വരുന്നത്. റൈസ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. തമ്മിൽ ഒട്ടാതെ നല്ല ഭംഗിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമായിട്ടുണ്ട്. സാധാരണ വെള്ളത്തിൽ വേവിക്കുന്നതിനേക്കാൾ സോഫ്റ്റ് ആയിരിക്കും ഇതുപോലെ തേങ്ങാപ്പാലിൽ വേവിക്കുമ്പോൾ. അപ്പോൾ ചിക്കനും റൈസും റെഡി. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. കഴിക്കാൻ സമയമായതുകൊണ്ട് ദം ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ തന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ലെയർ ചോറ് വിളമ്പാം. അതിൻ്റെ മുകളിലായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സവാള, കാഷ്യൂനട്ട്, കിസ്മിസ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം മല്ലിയിലയും പുതിനയിലയും. പുതിനയില ഞാൻ ഇവിടെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, കറിയിൽ ഉപയോഗിച്ചിട്ടില്ല. എക്സ്ട്രാ നെയ്യും ചേർക്കുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആ ഗ്രേവിയോട് കൂടി തന്നെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഗ്രേവി ഇപ്പം നല്ല തിക്കായിട്ടുണ്ട്. ഒരുപാട് ചാറ് കോരി ഒഴിക്കരുത്, റൈസിൻ്റെ ടെക്സ്ചർ ശരിയാവില്ല. ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും ചോറിട്ട് കൊടുത്ത് ലെയർ ചെയ്യാം. അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ഹെൽത്തി ചിക്കൻ ബിരിയാണി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഹോട്ടലിലെ പഴകിയ ബിരിയാണിയൊക്കെ കഴിച്ച് ആരോഗ്യം കളയണ്ട. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.